ശിവരാത്രി വ്രതം എടുത്തിട്ട് അമ്പലത്തിൽ പോയി തീർത്ഥം കുടിച്ചാലല്ലേ വ്രതം പൂർത്തിയാവുള്ളൂ. എത്ര നേരം എന്നെ കണ്ട സങ്കടം തോന്നുന്നില്ലേ? ഞാൻ ഇന്നലെ ഒന്നും കഴിക്കാതിരുന്നതല്ലേ. മനസാക്ഷിയില്ലാത്ത മനുഷ്യൻ. എപ്പോൾ തൊട്ട് ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നതാണെന്നറിയോ? എത്ര മണിക്ക് അമ്പലം നട അടയ്ക്കുന്ന അറിയില്ല കേട്ടോളൂ. എനിക്ക് തോന്നുന്നു 10 മണി വരെ 10:30 വരെ ഉണ്ട് തോന്നുന്നു. പക്ഷെ എന്നാലും എനിക്ക് വിശക്കുന്നില്ലേ ഏട്ടാ? 10 മണി ആവാനായി. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ സങ്കടം തോന്നുന്നില്ല? ഞാനേ രാവിലെ എണീറ്റിട്ട് അമ്പലത്തിൽ പോയി തീർത്ഥം കുടിച്ചാലേ എനിക്ക് തീർത്ഥം കുടിച്ചാൽ മാത്രമേ വല്ലത് കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നലെ വ്രതം എടുത്തല്ലേ. നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടാ? ഞാൻ എപ്പോൾ തൊട്ട് വിളിക്കണം നോക്ക്. ഇത്രയും നേരമായിട്ട് റെഡി ആയിട്ടില്ല. വിളക്ക് വെച്ചു. നല്ല ഭംഗിയില്ലേ ഞങ്ങളുടെ ഇവിടെയൊക്കെ കാണാൻ? രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ആദ്യം ജെല്ലിങ്ങനെ തുറന്നിട്ട് ഈ വെളിയിൽ ഇങ്ങനെ നോക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ? ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഇപ്പോൾ എല്ലാവരും കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നല്ല സ്ഥലമല്ലേ? എപ്പോഴും പറ്റാത്തൊരു തോടും. റെഡിയായാ? പോവാ? കണ്ട കുയിലിൻ്റെ സൗണ്ട് കേൾക്കണ്ട? ഏട്ടാ, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാ? ടൈലർമാരുടെ വീട്ടില് എപ്പോഴും ഒന്നും അടിക്കേയില്ല. എല്ലാം കീറി ചെയ്തിട്ട് നടക്കുന്നു. ഞാനൊക്കെ അങ്ങനെയാണ്. കാരണം അധികം സമയം വേസ്റ്റ് ആക്കി നമുക്ക് വേണ്ടി സമയം വേസ്റ്റ് ആകില്ല. നമ്മളത് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സമയം വേസ്റ്റ് ആക്കുള്ളൂ. പൈസ കിട്ടണല്ല. നിങ്ങൾ പൈസ തരും, ഞാൻ ചെയ്തു തരാം. വാ ഏട്ടാ, മതി ഏട്ടാ. 12 മണി കിടന്ന് ഉറങ്ങി കൂടി കുഴപ്പമില്ല. ഇനി നീ ഉറങ്ങണ വരെ പിടിച്ചിരുത്തിട്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ഇരിക്കും? 1 മണി വരെ അല്ല, ഞാൻ 3 മണി വരെ ഒറ്റയ്ക്ക് അങ്ങനെ ഇരുന്നില്ലേ. 3 മണി കൂടുതൽ എന്തായാലും എനിക്ക് ഇരിക്കാൻ പറ്റില്ല. കാരണം ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. അതാണ് കൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചെടുത്തത്. നിങ്ങൾ കിടന്ന് ഉറങ്ങുകയല്ലേ? എന്താ പിന്നെ വിളിക്കും? പൊന്നാന്ന് 3 പ്രാവശ്യം വിളിച്ചു. 4ാമത്തെ പ്രാവശ്യം വിളിക്കുന്ന സമയത്ത് നല്ല ഉറങ്ങും. നിങ്ങൾ ആരെ കൊണ്ടാ സംസാരിക്കുന്നത്? അതല്ല ഇന്ന് രാവിലെ സത്യായിട്ടോ. അതല്ല ഇന്ന് രാവിലെ ഒരാളെ ഹെഡ്സെറ്റ് വെച്ചിട്ട് കാണുന്നില്ല. താഴെ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നു. ഇയാള് കൈയോട്ടാക്കിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഭയങ്കര ആക്ഷന്റെ വർത്താനം പറയണു. ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് സംസാരിക്കണം. അവിടെ ചേച്ചി നിൽക്കണ്ട. ആ ചേച്ചി അപ്പുറത്ത് എന്താ ചെയ്തോണ്ടിരിക്കണോ? സംഭവം ഒറ്റയ്ക്ക് സംസാരിക്കായിരുന്നില്ല. അയാൾ ഫോൺ ഹെഡ്സെറ്റ് വെച്ചിരുന്ന ചെവിയില് അറിഞ്ഞില്ല. ഹെഡ്സെറ്റ് അല്ല, എന്താണ് ബ്ലൂടൂത്താ. അയ്യോ, ഞാൻ എന്നിട്ട് വിചാരിച്ചു വീഡിയോ എടുത്താലും വിചാരിച്ചു എന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അയാൾ അത് എത്ര ഒച്ചത്തില് അമ്പലത്തിൽ പോയ പോലെ തന്നെ. നിക്ക് സൗണ്ട് കേട്ടാ? അതാ പോയി. നിങ്ങൾ എപ്പോ വർത്താനം പറഞ്ഞ അപ്പൊ പോയത്. കുയില് കൂകണ നല്ല രസമുണ്ടായിരുന്നു. കടല് അല്ല, നമ്മൾ ഏത് അമ്പലത്തിലെ പോണ? ഇതാണ് സസ്പെൻസ്. ഭർത്താവിന്റെ നല്ലതിന് വേണ്ടിയിട്ട് ആള് വ്രതം പറഞ്ഞു. ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ 3 മണി 4 മണി വരെയൊക്കെ ഇങ്ങനെ ഉറങ്ങാണ്ടിരുന്നിട്ട് നമ്മളെയും പിടിച്ചിരുന്നിട്ട് നമ്മുടെയും ഉറക്കം കളഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരുന്ന സമയത്ത് ഇവര് വന്നിട്ട് ഏട്ടാ അമ്പലത്തേക്ക് പോകണം പറഞ്ഞിട്ട് വിളിച്ചാ എനിക്ക് നേരത്തെ അടിക്കാൻ പറ്റുമോ? ഒന്നുമില്ലെങ്കിലും ഭർത്താവിന്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ് വ്രതം എടുക്കുന്നത് അല്ലേ? അപ്പൊ അതിനു വേണ്ടി വ്രതം എടുക്കുമ്പോ കുറച്ചൊക്കെ ഞാൻ ഇത്രയും ബുദ്ധിമുട്ട് വ്രതം എടുക്കണ്ടല്ലോ. അതാണ്, അതായത് ഇവർക്ക് വ്രതം അങ്ങനെ അവരെടുത്തിട്ട് പോകും. പക്ഷെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണിക്കണ്ടേ? എന്നിട്ട് ഒന്നാമത് കഴിച്ചിട്ടില്ല. ഇന്നലെ തൊട്ട് കഴിച്ചിട്ടില്ലല്ലോ. ഇന്നലെ രാവിലെ തൊട്ട് കഴിച്ചിട്ടില്ല. അപ്പൊ നേരത്തെ പോയി കഴിക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ അനി അമ്പലത്തിൽ പോയി. അപ്പൊ അവന്റെ ഒപ്പം പോയിക്കൂടെ? അവൻ രാവിലെ നേരത്തെ എണിച്ച് കൊല്ലംകോട്ടുന്ന് വന്നിരിക്കണോ? ഈ കൽപ്പത്തിന്റെ അകത്തിരിക്കുന്നു. ഞങ്ങൾ ഇനി അമ്പലത്തിൽ പോയിട്ടില്ല. അപ്പൊ ആലോചിച്ച് നോക്കിക്കോളെ ഇപ്പൊ എത്രത്തോളം ഉറങ്ങിയിട്ടുണ്ടാവുന്നത്.
ഹായ്, PK ഫാമിലി വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആര്? അതാണ് അമ്പലത്തിൽ പോയിട്ട് മീനും വാങ്ങിക്കും. സൂപ്പറായിട്ട് ഉണ്ടാവും. അതെ. നമുക്ക് ലിഫ്റ്റ് വെച്ച് കെട്ടിക്കൂടെ? ലിഫ്റ്റ് വെച്ച് കെട്ടിക്കൂടെ? ഇതാ നമ്മുടെ രഥം നിൽക്കണു. സ്റ്റൈലെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴേക്കും അമ്പലത്തിൽ നടയെ അടക്കിട്ടോളേ. പോയിട്ട് വ്രതവും കഴിഞ്ഞ് ശിവരാത്രി എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് മാത്രമാണ് ഇത്രയും നേരമായിട്ട് ശിവരാത്രി വ്രതം കഴിയാണ്ടിരിക്കുന്നത്. ഇതാണ് കൽപ്പാത്തി സ്കൂള്. ഇവിടെ നിങ്ങൾ പഠിച്ചത് അതൊക്കെ ഒരു കാലം അല്ലേ പറയും. വൈകുന്നേരം സമയത്തെ ആ മലമ്പുഴ മലയില് ആ മലയും ആ ഗോപുരം കൂടി കറക്റ്റായിട്ടൊരു മഞ്ഞുകാരനാണ് അത് മലയെ കാണില്ല അല്ലേ? അവിടുത്തെ കാണല്ലോ, മലയെ കാണണ്ട. ഇതാണ് കൽപ്പാത്തി. പുതിയതായിട്ട് വരുന്ന ആളുകൾ കൽപ്പാത്തി അഗ്രഹാരം കണ്ടിട്ടില്ലല്ലോ. എപ്പോൾ കൽപ്പാത്തിയിൽ തൊഴാൻ പോയാലും ഈ പുഴയും അവിടെ കുറച്ച് നേരം നിന്ന് ആ കാറ്റൊക്കെ ഒന്ന് ആസ്വദിച്ച് എന്നിട്ട് വരുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇപ്പോൾ കുറേ അധികം ആൾക്കാർ കുളിക്കുന്നതിനെ കൊണ്ട് അധികം നിൽക്കാൻ പറ്റില്ല അവിടെ. ശിവരാത്രി ദിവസം വന്നിട്ട് ആ അമ്പലത്തിൽ പൂജയായിരിക്കും. ആ അമ്പലത്തിൽ പൂജയ്ക്ക് വന്നിട്ട് ശിവരാത്രിക്ക് ഇവിടെ പന്തലിട്ട് ഇവിടെ വന്നിട്ട് എന്തൊക്കെ കെട്ട് നിറച്ചിട്ട് പോകുന്നത്. അതല്ല, അതിന് അവിടെ അമ്പലം അവിടെ കൃത്യമായിട്ട് ഏട്ടനൊന്നും അറിയില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒപ്പിക്കും. ഞാനത് വിശ്വസിക്കും. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയില്ലപ്പാ. ഞാനേ നിന്നെ പോലെ തന്നെ വന്നിരിക്കുന്നു. കൽപ്പാത്തിയിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കൽപ്പാത്തി ശിവക്ഷേത്രം.
മെയ് 25-നാണ് കുംഭാഭിഷേകം. അതാണ് കൽപ്പാത്തി അമ്പലം. അമ്പലം പണിതോ എപ്പോഴാണ്? ഇതാണ് കൽപ്പാത്തി തേര് നടക്കുന്ന ആ വലിയ ശിവക്ഷേത്രം. കാശിയിൽ പാതി കൽപ്പാത്തി എന്ന് പറയും. ആ ശിവക്ഷേത്രമാണിത്. ഇപ്പോൾ കുംഭാഭിഷേകം നടക്കാനായിട്ട് അവിടെ എല്ലാവരുടെയും പുതിയതായിട്ട് പണിയാണ്. ക്ലീൻ ചെയ്ത് മേലെയൊക്കെ കുറച്ച് പണിയുള്ളതാണ് കൊണ്ട് തൊട്ടടുത്ത ഒരു സ്ഥലത്തേക്ക് ദൈവത്തിന് മാറ്റിയിട്ടുണ്ട്. നമുക്ക് പോയി തൊഴാൻ പറ്റും, വഴിപാട് അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ കുംഭാഭിഷേകം കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മെയിനായിട്ട് പ്രതിഷ്ഠയുള്ളവിടെ തൊഴാൻ പറ്റുള്ളൂ. മെയ് 25-നാണ് കുംഭാഭിഷേകം എന്നാണ് അവിടെ നിന്ന് ആ പൂജാരിയുടെ കൂടെ നിൽക്കുന്ന ഒരു സ്വാമിയാണ് പറഞ്ഞത്. മെയ് 25-നാണെന്നുള്ളത്. വീഡിയോയിലേക്കുള്ള കൽപ്പാത്തി അഗ്രഹാരം. സാധാരണ കൽപ്പാത്തി അഗ്രഹാരത്ത് വന്നാൽ ഫുൾ സമയവും ആൾക്കാരുണ്ടാവും. ഇപ്പോഴാണ് കുറച്ച് ആൾക്കാരൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നത് കാണുന്നത്. കാരണം ഞങ്ങൾ വന്ന സമയം 10 മണി കഴിഞ്ഞു. അത് കാരണം കൊണ്ട് കറക്റ്റ് നട അടയ്ക്കാനാകുമ്പോഴാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കാലിയായി കിടക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഇതാണ് കൽപ്പാത്തി തേര്. സാധാരണ തേര് ഇങ്ങനെ കണ്ണാടി കൂടിനകത്തൊന്നും വെക്കാറില്ലായിരുന്നു. മുമ്പ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് തൊട്ട് തൊഴുതിട്ടൊക്കെ പോകാൻ പറ്റും, ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെ പറ്റുമായിരുന്നു. പിന്നെ അടുത്ത വർഷമല്ലേ ഇനി ഈ തേര് വലിക്കുക അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തേര് ഇതുപോലെ ഇപ്പോൾ 2 വർഷമായി കാണും തോന്നുന്നു ഇങ്ങനെ ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാനും അങ്ങനെ ഫോട്ടോ എടുക്കാനും അങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ പറ്റും. പക്ഷെ തൊട്ടിട്ട് നമുക്കതിൽ തൊട്ട് തൊഴുത് അങ്ങനെയൊന്നും പറ്റില്ല. നേരത്തെ അങ്ങനെയല്ല, അതിനടുത്തൊക്കെ നിന്ന് എടുക്കാൻ പറ്റുമായിരുന്നു. കൽപ്പാത്തിയിൽ പണി നടക്കാലത്തിൽ പ്രതിഷ്ഠ വന്നിട്ട് വെളിയിലാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് കൽപ്പാത്തി പെരുമാളുടെ അമ്പലം. ഈ പെരുമാൾ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കൃഷ്ണൻ്റെ അമ്പലം എന്നല്ലേ പറയുക പെരുമാളിൻ്റെ. ഗുരുവായൂരപ്പനെ പോലെയാണ് അവിടെ ഫോട്ടോ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് കൃഷ്ണൻ്റെ അമ്പലം. അപ്പോൾ അവിടെ എന്തോ ഭജനയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ. പക്ഷെ എനിക്ക് നിന്ന് കാണാനുള്ള സമയമില്ല, കാരണം എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിൽക്കാനൊന്നും അധികം വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. വിശക്കണില്ലേ? അതുകൊണ്ടാണല്ലേ ഓഫാക്കണ്ടേ? അവിടെ നിറയെ ആൾക്കാരുണ്ടാവും. ഞാൻ ഞങ്ങൾ ഡെയിലി ചായ കുടിക്കുന്നത് ബാക്കിയൊക്കെ ഒരു വടയും വെക്കും. ചേച്ചി പറഞ്ഞു തരൂട്ടാ. ആ ഒഴിക്കാറിയ ചേച്ചി ഒഴിച്ചൂടി. സേവ ഇഷ്ടമല്ല. സേവ ഇഷ്ടമല്ല. അറിയില്ല. തിരക്കൊന്നുമില്ല. സേവയിൽ എന്താ പ്രത്യേകത ചോദിച്ചാ അതല്ല അറിയോ, നമ്മള് പൊതുവെ രാവിലെ ടിഫിൻ പറഞ്ഞു വെച്ചാൽ ഇഡ്ഡലി എല്ലാവരും അങ്ങനെയാണ്. സേവ വരുന്നത് വന്നിട്ട് പാലക്കാട് മാത്രമാണ്. കേരളത്തിൽ വേറെ എവിടെയും
സ്പെഷ്യലാണ് കൽപ്പാത്തി സ്പെഷ്യലാണ് സേവ. അപ്പൊ സേവ കഴിക്കണമെങ്കിൽ നമ്മുടെ ചന്ദ്രേട്ടന്റെ കടയിൽ വന്നു. ചന്ദ്രേട്ടനല്ല, രാജേട്ടൻ. ഓ സോറി, രാജേട്ടൻ. പള്ളി വരച്ചിടുന്ന എരി ആണ്. രാജേട്ടൻ്റെ അവിടെ പൊതുവെ നല്ല തിരക്കാണ്. നല്ല തിരക്ക്, പ്രത്യേകിച്ച് നല്ല തിരക്ക്. ഫ്രീ ആയിട്ട് കിട്ടിയത് എന്തോ ഭാഗ്യമാണ്. അതെ, ഞങ്ങളത് ഫ്രീ ആയിട്ട് ഒരു ദിവസം രാജേട്ടനിക്ക് മാത്രം വേണ്ടി ഒരു വീഡിയോ ചെയ്ത് നമുക്ക് ഓക്കെ. ചായ നല്ല സ്പെഷ്യലാണ്. ചായയും ശരി. ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ വന്നാൽ സേവയെ കഴിക്കും. സേവ വന്നു വെച്ചാൽ എന്താണെന്നറിയോ, ഒരു പ്രത്യേക ടേസ്റ്റാണ്. സാമ്പാർ, കൽപ്പാത്തി സ്പെഷ്യൽ സേവ അല്ലേ? അങ്ങനെ സാമ്പാർ, ചട്നി ഇത് എങ്ങനെ കഴിക്കുന്ന അറിയോ? ഞാൻ അവിടെ പോയി പറഞ്ഞു കേട്ടാ. ഈ റോഡിൽ നേരെ പോയാൽ വടക്കന്തറ കിട്ടും. അതേസമയം ഇങ്ങനെ തിരിച്ച് അങ്ങനെ പോയാൽ കൊലവക്കോട് എത്തും. യൂണിഫോം ഇടാണ്ട് വണ്ടി ഓടിച്ചു കൊണ്ടുപോകണമെന്ന് ആരും വിചാരിക്കണ്ട. യൂണിഫോം ഇടാണ്ട് വണ്ടി അടുത്ത് വരുമ്പോൾ പേടിയാണ്. എത്ര വലിയ വണ്ടി നോക്കി അമ്മോ, വേഗം പേടിയാണ്. എന്താണ് ഇതിന് അവസാനമില്ലേ? എത്ര വലിയ കണ്ടെയ്നറിന്റെ. അതാണ് ഏട്ടൻ്റെ ബീഡിങ്. നേരെ പോയി കഴിഞ്ഞാൽ വെച്ചാൽ പാലക്കാട് ശേഖരിപുരം ജംഗ്ഷൻ. പാലക്കാട് ശേഖരിപുരം ജംഗ്ഷൻ അതാണ് ഈ ജംഗ്ഷൻ. അതാ പെട്രോൾ പമ്പ്. പെട്രോൾ പമ്പ് നേരെ തിരിഞ്ഞാൽ ഇതാണ്. അവിടുന്ന് തൊട്ടിപ്പുറത്ത് വെച്ചാൽ സിറ്റി സൂപ്പർ മാർക്കറ്റ്. ഇതാണ് സിറ്റി സൂപ്പർ മാർക്കറ്റ്. ഇതാണ് ഉത്സവം ചക്കാട്ടെ. അയ്യോ, നേരെ അവിടെ നിന്ന് താഴോട്ട് വരുമ്പോ ഇതിന് അക്ഷയ സെൻറ്റർ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഷോപ്പ്. ഇനി ആരും വരാൻ അറിയില്ല എന്ന് പരാതി പറയണ്ട. അതിനാണ് ഇത്ര കൃത്യമായിട്ട് കാണിക്കുന്നത്. അതാ ചാവി അവിടെ. തുറക്കുന്നേ. ഇതാണ് അക്ഷയ സെൻറ്റർ. ഇവിടെ ഷോപ്പ്. ഇതാണ്ട ഞാൻ പാട്ട് പാടും. ഏട്ടൻ പറഞ്ഞില്ലേ, ഏട്ടൻ കഷ്ടപ്പെട്ട് പാടി നേടിയതാണ്. ഏട്ടാ എത്ര പേര് പാടിയിട്ട് കഷ്ടപ്പെട്ട് പാടിയിട്ട് അങ്ങനെയല്ല. കഷ്ടപ്പെട്ടല്ല, ഇഷ്ടപ്പെട്ട് പാടിട്ടന്നെ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്താന്ന് വെച്ചാല് പാട്ട് പഠിക്കാതെ നമ്മള് പാട്ട് പഠിക്കാതെ പാടിയിട്ട് എത്ര 70 പേരാ 70 പേര് പങ്കെടുത്തതിന് തേർഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ ചില്ലറ പ്രൈസ് ഒന്നും അല്ലല്ലോ. ജയചന്ദ്രൻ സാറിന്റെ എന്തായിരുന്നു അന്ന്
ജയചന്ദ്രൻ സാറിന്റെ മറ്റേ ഇത് അനുസ്മരണോ ആ അങ്ങനെയല്ല പറയാ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു. ശരിക്കും പറഞ്ഞു വെച്ചാൽ അനുസ്മരണം അത് തന്നെ. ആ ദിവസം പാടിയത്. അപ്പോൾ അത്രയും പേര് പാടിയിട്ട് അതിൽ 3rd പ്രൈസ് വരുമ്പോൾ വലിയ കാര്യമല്ലേ, കഷ്ടപ്പെട്ട് പാടിയതല്ലേ. അതായത് പാട്ട് സെലക്ഷൻ ആട്ടോ അതിന്റെ കാരണം. അന്ന് ഏത് പാട്ടായിരുന്നു പാടിയത്? അതിനാണ് ജയചന്ദ്രൻ സാറിന്റെ തമിഴ്, എനിക്ക് തമിഴ് പാട്ടേ പാടാറിയുള്ളൂ. പാടാറിയുള്ളൂന്നല്ല, മലയാള പാട്ട് പാടും, പക്ഷെ തമിഴ് പാട്ടിനോടുള്ള ഒരു ആകർഷണം, ഒരു വലി. ഏട്ടാ ഇന്ന് ഓട്ടം പോകാൻ പോവല്ലേ? അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിലോട്ട് വരുന്നവരിക്കും അല്ല. അപ്പൊ നമുക്ക് ലൈക്ക് വേണ്ടേ? അതെ, ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടു പറഞ്ഞു വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. അതാണ് മെയിൻ. കമന്റ് ചെയ്യണം. ബൈ. എല്ലാം അടിച്ചു വിടി കമന്റ്. കാക്കി ഷർട്ടല്ലേ തരുന്നത്, അതിനകത്താണ്. ശരി.